ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ സാഖ്യയോഗത്തിലുള്ള യോഗ കർമ്മസു കൗശലം എന്ന ഭാഗത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് യോഗ കർമ്മസു കൗശലം? നമ്മൾ സമത്വം യോഗ എന്നുള്ള ഭാഗത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. സമഭാവനയിൽ മനസ്സിനെ നിർത്തലാണ് യോഗ. ഈ സമത്വം യോഗ എന്നുള്ള ആ ഒരു അവസ്ഥ, ഈ സമഭാവനയിൽ മനസ്സിനെ നിർത്തണമെങ്കിൽ രാഗദ്വേഷങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും നടുവിലായി നിൽക്കുന്ന ആ ഗോൾഡൻ പോയിന്റിൽ, ആ മധുരമായ സ്വീറ്റ് സ്പോട്ടിൽ ന്യൂട്രലായി എനിക്കൊന്നും അറിയില്ല, എല്ലാം ഭഗവാനാണ്, ഞാനൊരു ഈ രാഗം പാർട്ടിയിലും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല, ദ്വേഷം പാർട്ടിയിലും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ എന്താണോ ഭഗവാൻ മുന്നിൽ കൊണ്ടുതരുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് ഭഗവതർപ്പണമായി ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നൊരാൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിർത്താൻ പറ്റും. രണ്ട് എക്സ്ട്രീമിലും പോവാതെ നടുവിൽ നിൽക്കുക. അപ്പോൾ എന്താണ് അത്? പിന്നെ രാഗം, ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം. അപ്പൊ എന്താ ഉണ്ടാവുന്ന അറിയോ? ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അത് വേണം. നിർബന്ധ ബുദ്ധിയുള്ളതാണേ ഞാൻ പറയുന്നത്, പ്രിഫറൻസ് അല്ല പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. എനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ളതാണ് നിർബന്ധ ബുദ്ധി. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ, ഇങ്ങനെ ആയാൽ നല്ലത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. ഇനി അതല്ല, അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിലും ഓക്കെയാണ് എന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം, ഒരു ഇഷ്ടപ്പെട്ട ഒരു എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാറ്റഗറിയിൽ രാഗം ഫോൾഡറിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം സംഭവിക്കുകയാണ് ജീവിതത്തിൽ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വെക്കേഷന് പോവാണ്, ഇന്ന സ്ഥലത്ത് ഒരു വെക്കേഷന് പോവാണ്, വളരെ ഇഷ്ടമായി ആ സ്ഥലം, നല്ലോണം ആസ്വദിച്ച് തിരിച്ചു വന്നു. അപ്പം ഞാനത് രാഗം ഫോൾഡറിൽ ആഡ് ചെയ്തു എന്ന് വിചാരിക്കൂ. യെസ് എന്നുള്ള ഒരു ചെക്ക് ഇട്ടു അതിന് എൻ്റെ ഫോൾഡറിൽ. ഈ യെസ് എന്ന് പറയുന്ന ചെക്ക് ഇടുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഞാൻ അതേപോലെയുള്ള ഒരു അനുഭവത്തിന് ഇനിയും ഉണ്ടാവണം, ആവർത്തിച്ചുണ്ടാവണം, അതെനിക്ക് സന്തോഷം തരും എന്നുള്ളൊരു കർമ്മഫലത്തിന് ബന്ധപ്പെടുത്തി അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിയതിക്കോ അല്ലെങ്കിൽ കർമ്മ ഫലത്തിന്. ഈ ഒരു കർമ്മം എനിക്കിഷ്ടമാണ്, അപ്പം അതിനിയും വേണം എന്നുള്ള ഒരു ചെക്ക് മാർക്ക് കൊടുത്ത്, ഒരു റിക്വസ്റ്റ് കൊടുത്ത് ആ ഫോൾഡറിൽ വെക്കുകയാണ്. അതേപോലെ വേറൊരു കാര്യം ഉണ്ടാവുന്നു, വേറൊരു സ്ഥലത്ത് വെക്കേഷന് പോയി അതെനിക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു, അല്ലെങ്കിൽ വിചാരിച്ച ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അവിടെ, അങ്ങനെ വിചാരിച്ച് ഇനി അങ്ങനെയുള്ള യാത്രകൾ ഞാൻ ഒഴിവാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സങ്കല്പം വെച്ച് ഈ വെക്കേഷനെ ഞാൻ നോ എന്നുള്ള ഒരു ചെക്ക്, ഒരു എക്സ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സൈന് കൊടുത്തിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പൊ എന്താണ് ഇത്? പക്ഷെ ഇത് രണ്ടും ഉണ്ടാവും. ഇത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഭൂമിയിൽ ശരീരം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ രാഗദ്വേഷങ്ങളും അനുസരിച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരും. നിയമത്തിൽ നമുക്ക് വേണ്ടതുപോലെ ഇന്നതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ദിവസങ്ങളിൽ നമ്മൾ മെനു റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് പറ്റില്ലല്ലോ അനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ പറയാണ് ഈ കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതവിടെ സേവ് ചെയ്യപ്പെടുന്നുണ്ട്. എവിടെയോ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ചെയ്ത് വെച്ച്, പിന്നെ അത് ഈ അനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹങ്ങൾ മാറാതെയാണ് ശരീരം ഉപേക്ഷിച്ചത് വെച്ചാൽ ഉറപ്പായിട്ടും അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ചു വന്നേ തീരും. അപ്പൊ മോക്ഷം എന്താണ്? മോക്ഷത്തിനുള്ള മാർഗം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമത്വം യോഗ. ഇതിന് രണ്ടിൻ്റെയും ഒരു സമഭാവനയോടുകൂടി കാര്യങ്ങൾ കാണുക. ഒരു കാര്യത്തിൽ നിർബന്ധ ബുദ്ധി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നത്തിങ് ഈസ് പെർമനന്റ്. ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല. ഈ ശരീരം പോലും ഏത് നിമിഷം വേണമെങ്കിൽ വീണു പോവാം എന്നുള്ള ഒരു സ്മരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിർബന്ധ ബുദ്ധി പിടിക്കില്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥ എല്ലാം ഭഗവാനാണെന്ന് ചിന്തിച്ചുറപ്പിക്കുക. ഇത് വേറൊരു ടെക്നിക്ക് നമ്മളോട് നിരന്തരമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്കാണിത്. ശാസ്ത്രങ്ങൾ ഭഗവാനാണ്, ഈശാവാസ്യമിതം സർവം ഉപനിഷത്തുകൾ പറയുന്ന ടെക്നിക്കാണിത്. ഈ ഒരു മന്ത്രം മാത്രം മതി നമുക്ക്. അത് ചിന്തിച്ചുറപ്പിച്ചത് എല്ലാം ഭഗവാനാണെന്നും ഒന്നും വേണ്ട, വലിയ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവ് ഒന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള ഒരാൾക്ക് ഉദ്ധവരോട് പറയുന്നതും പട്ടിയിലും ബ്രാഹ്മണനിലും ചണ്ടാളനിലും എല്ലാം ഭഗവാനെ കാണാനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ ഒരു കാര്യം ഭക്തന്മാരോട് ഭഗവാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? യോഗ കർമ്മസു കൗശലം. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഈശ്വര ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു. ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ള നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ടല്ലോ, അതെല്ലാം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുക. എൻ്റെ ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യോഗ കർമ്മസു കൗശലം എന്നുള്ളതായി. അപ്പോൾ നമുക്ക് ചോദിക്കാം, അതിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം? തൊട്ട് മുന്നത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു, മാ ഫലേഷു കഥാചന. ഭഗവാൻ പറയുന്നു, കർമ്മഫലത്തിൽ അർജുന നിനക്ക് യാതൊരു അധികാരവും ഇല്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതെനിക്ക് വിട്ടേക്കൂ. ഭഗവാന് വിടാനാണ് പറയുന്നത്. അപ്പം നമ്മൾ സമർപ്പണത്തിൻ്റെ ഒരു പാഠാണിത്. എങ്ങനെയാണിത് സമർപ്പിക്കുക? ഇപ്പം നമ്മൾ കുറച്ച് പൂക്കളും അതൊക്കെ സമർപ്പിക്കാൻ നമുക്ക് നല്ല ഉഷാറാണ്, എല്ലാവരും ചെയ്യും. എല്ലാ പൂക്കളും ഇലകളും എല്ലാം ഭഗവാന് കൊണ്ടു കൊടുക്കും. പക്ഷേ നമ്മുടെ മനസ്സ് ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് യോഗവാസിഷ്ടത്തിലെ ശിഖിത്വജൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കുംഭൻ പറയുന്നുണ്ട്, ഗുരുവായിട്ട് വന്നിട്ട് പറയാണ്, എല്ലാം സമർപ്പിച്ചോ? എല്ലാം ഞാൻ സമർപ്പിച്ചു, എൻ്റെ കൊട്ടാരം വിട്ടു, എൻ്റെ ഭാര്യയെ വിട്ടു, ഞാൻ എല്ലാം വിട്ട് കാട്ടിൽ വന്ന് ജീവിക്കുകയാണ്. ഇപ്പോൾ ഒരു ആകെ ഉള്ളത് ഒരു കമണ്ടലും ഒരു എന്തോ ഒരു അസ്ത്രവും കുറച്ചെന്തോ ഒരു ചെറിയൊരു തപോവനം പോലെ ഒരു കുഞ്ഞാശ്രമം പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. എല്ലാം സമർപ്പിച്ചു. എല്ലാം സമർപ്പിച്ചു. ഇതൊന്നും അല്ലല്ലോ അതിന്, ഇതൊന്നും അല്ലല്ലോ അതിന് യഥാർത്ഥത്തിലുള്ള സമർപ്പണം. യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത് ചിത്തത്യാഗമാണ് എന്നാണ് പറയുന്നത്. എന്താ ചിത്തം? രാഗദ്വേഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ചിത്തം, അതൊരു എനർജിയാണ്. അതിലേക്ക് നമ്മളിങ്ങനെ കൂടുതൽ ഇഷ്ടങ്ങൾ നിർബന്ധ ബുദ്ധി പിടിക്കുന്നതും അനിഷ്ടങ്ങളെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്നതും, ഇത് രണ്ടും എന്താണ്? ചിത്താണ്. ഈ ചിത്തം ത്യജിക്കലാണ് ഏറ്റവും ചിത്തത്യാഗമാണ് സർവത്യാഗം, യോഗവാസിഷ്ടം പറയുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് കർമ്മഫലത്യാഗം. ഇതന്നെയാണ്, വേറൊരു ടേം ഉപയോഗിച്ചു എന്ന് മാത്രം ഭഗവാൻ കർമ്മഫലത്യാഗം എന്നാണ് പറയുന്നത്. കർമ്മങ്ങൾ നമ്മൾ പൂർണ്ണമായ പരിശ്രമത്തോടുകൂടി ഭഗവത് സമർപ്പണമായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കർമ്മഫലത്യാഗം. അപ്പം നമ്മൾ അയ്യോ ഇത് അങ്ങനെ തന്നെ വരണം, അത് വന്നില്ലെങ്കിൽ വിഷമം, ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ വിഷമം, നമ്മൾ തന്നെ ഓരോരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി അത് വെച്ചിട്ട് വിഷമിക്കാം. അപ്പോൾ അതാണ് കർമ്മഫലത്യാഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യോഗ കർമ്മസു കൗശലം എന്ന ഭാഗത്ത് വരും. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു ഭാഗം വായിക്കാം. യോഗ പ്രയോജന പ്രസ്താവനമാണ് യോഗ കർമ്മസു കൗശലം എന്ന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 48ാമത്തെ പദ്യത്തിലെ സമത്വം യോഗ ഉച്യതേ എന്ന വാക്യം മാത്രമാണ് ഗീതയിലെ യോഗ നിർവചനം. കർമാനുഷ്ഠാന അപ്പം പുണ്യപാപങ്ങളെ അകറ്റി മുക്തി നൽകുമെന്നുള്ളത് കൊണ്ട് കർമാനുഷ്ഠാനത്തോടൊപ്പം യോഗബുദ്ധി കൂട്ടിച്ചേർക്കാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. യോഗബുദ്ധി അഭ്യസിച്ചു കൊണ്ടുള്ള കർമാനുഷ്ഠാനമാണ് കർമ്മയോഗം. എന്താണ്? യോഗബുദ്ധി അഭ്യസിച്ചു കൊണ്ടുള്ള കർമാനുഷ്ഠാനമാണ് കർമ്മയോഗം. യോഗബുദ്ധിയോട് കൂടിച്ചേരാത്ത കർമ്മത്തെ കർമ്മഭ്രാന്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കർമ്മഭ്രാന്തിന് പിന്നാലാണ് ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തനായി കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് എന്താണ്? ഈ യോഗബുദ്ധി ഉറപ്പിച്ച്, ലക്ഷ്യം ഉറപ്പിച്ച്, ഭഗവാനാണ് എല്ലാം എന്നുള്ളത് ചിന്തിച്ചുറപ്പിച്ച്, അതാണ് യോഗബുദ്ധി. അങ്ങനെ ഉറപ്പിച്ച് അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്ട്രീം ലൈൻഡായി വരും, എല്ലാം ആ ലക്ഷ്യത്തിലേക്കുള്ളതായി മാറും. അതല്ലാത്തതൊക്കെ ഒഴിവാക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഊന്നി പറഞ്ഞേണ്ട ഒരു കാര്യമാണത്. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ ചെയ്യരുതെന്നും കൂടി പറയണം. അപ്പൊ നമ്മളെ ലൈഫിൽ നമ്മളിതെല്ലാം എടുത്ത് നമ്മുടെ സർജറി ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് എടുത്ത് മാറ്റേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കീപ്പ് ചെയ്യണം, പുതിയതായിട്ട് എന്തൊക്കെ ചേർക്കണം, ഇതൊക്കെ ഒരു ഈ പാത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
യോഗ കർമ്മസു കൗശലം എന്നുള്ള ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്തൊക്കെയാണോ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് എനർജി ചിലവാക്കുന്നത്, നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ടൈം, നമുക്കൊന്ന് സമയം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്, നാളെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല, എപ്പോഴാണ് ശരീരം വിട്ടുപോകാമെന്നറിയില്ല. നമുക്ക് ഇപ്പോൾ ഉള്ളത്, ഈ നിമിഷം ഉള്ളത് നമ്മളെ കയ്യിൽ കുറച്ച് സമയമുണ്ട്, അത് പരിമിതമാണ്. അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ചിലവാക്കുക. കാരണം നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാൻ എവ്രിതിങ് ഈസ് ട്രൈയിങ്. സോഷ്യൽ മീഡിയ എല്ലാ ചുറ്റും നമ്മുടെ ശ്രദ്ധയെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്ലീസ് മനസ്സിലാക്കൂ. ഫോണ് ഒറ്റ കാര്യം മതി, നമ്മുടെ എല്ലാ ശ്രദ്ധയും. കുറച്ച് സമയം വെറുതെ ഒന്ന് കിടന്നു നോക്കൂ ഫോണും എടുത്തിട്ട്, എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്നോരോന്നും, സമയം പോകുന്നതറിയില്ല. ഒരു പിടിയിൽ എത്ര സമയം നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ മനസ്സിലാക്കി ഈ ഫോണും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, എന്നിട്ട് അവിടെ മാറ്റി വെക്കുക. അത് മാറ്റി വെച്ച് നമ്മൾ ജീവിതത്തിന് ഒന്ന് കുറച്ച് സമയം നമ്മൾ ചിന്തിക്കണം എന്തൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ലക്ഷ്യപ്രാപ്തി, നമ്മുടെ ലക്ഷ്യം, എനിക്ക് ഭഗവാനെ പ്രാപിക്കലാണ് ലക്ഷ്യം, ഭഗവാനെയാണ് കിട്ടേണ്ടത്, സത്യം അറിയണം, എൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയണം, ലക്ഷ്യം ഉറപ്പിച്ചു. ഈ ലക്ഷ്യം ഉറപ്പിച്ചിട്ട് അതിലേക്ക് പോകുന്ന വേണ്ടി ചെയ്യുന്ന എല്ലാം ധർമ്മമാണ്. ധർമ്മം അത് നമ്മളിപ്പോൾ സനാതനധർമ്മം എന്ന് പറയണു. എന്താ ഏറ്റവും വലിയ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സ്വരൂപ സാക്ഷാത്കാരം. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതാണ് ഏറ്റവും പരമമായ ധർമ്മം. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിവാക്കേണ്ടതും പല കാര്യങ്ങളും ഉണ്ടാവും. പല ആളുകളുണ്ട്, നമ്മളെ എനർജീനെ പിടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ നമ്മൾ ടൈം ചിലവാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എനർജി ലോ ആക്കുന്ന കുറേ ട്രാൻസാക്ഷൻസ് നമ്മൾക്കുണ്ടാവും. അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, അതത്ര ഈസി ആയിട്ടൊന്നും പോകില്ല. പക്ഷേ നമ്മൾ ശരിക്കും ജെന്യൂനായിട്ട് അങ്ങനെ ആഗ്രഹിച്ച് ഭഗവാനെ സമർപ്പിക്കുകയാണ്. ഭഗവാനെ എനിക്ക് ഈ ആൾക്കാരോടൊന്നും പറയാൻ പറ്റില്ല, പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ. ഭഗവാൻ അതിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലക്ഷ്യം ഉറപ്പിച്ചവരാണെങ്കിൽ. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, അങ്ങനെ നമ്മൾ ക്ലീനപ്പ് ചെയ്യില്ലേ, ഒരു റൂം ക്ലീനപ്പ് ആക്കുന്ന പോലെ, വീട് ക്ലീൻ ആക്കുന്ന പോലെ നമ്മുടെ ലൈഫ് നമ്മൾ ഒന്ന് ക്ലീനപ്പ് ചെയ്യാനുണ്ട്. നോൺ എസെൻഷ്യൽ അനാവശ്യമായിട്ട് സമയവും നമ്മുടെ എനർജിയും ചിലവാക്കുന്ന എല്ലാം ഒഴിവാക്കി, അങ്ങനെ ഒഴിവാക്കി കപ്പൊന്ന് ഒഴിച്ചു വെച്ചാലല്ലേ നമ്മളെ കപ്പിലേക്ക് എന്തെങ്കിലും ഒഴിക്കാൻ പറ്റുള്ളൂ പുതിയതായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരേ കാര്യം തന്നെ, ഒരേ ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടത് ഒഴിവായി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അടുത്ത സ്റ്റെപ്പ് നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെ ആഡ് ചെയ്യാം, നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ, നമ്മളെ കൂടെയുള്ളവർ അവർ പറയും ഇതാണ് പ്രാധാന്യം, പലതും പറയും. ബിക്കോസ് എവരിബഡി ഈസ് ഡിഫറെൻ്റ് അല്ലേ. എല്ലാ ഇൻഡിവിജ്വൽസും അവരുടേതായ രീതിയിലാണ് ലോകം കാണുന്നത്, അവരുടേതായ ലക്ഷ്യങ്ങൾ വ്യത്യാസമുണ്ട്. അവരൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ലക്ഷ്യം ഉറപ്പിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ഭഗവാൻ ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും? നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ, ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ലൈഫിൽ, അയാൾക്ക് എന്താ ഇഷ്ടാവുക? അങ്ങനെയല്ലേ നമ്മളെപ്പോഴും ആലോചിക്കുക. അതുപോലെ നമ്മൾ ആലോചിക്കണം, ഭഗവാൻ എന്താ ഏറ്റവും ഇഷ്ടാവുക, എന്ത് ചെയ്താലാണ്? അങ്ങനെയുള്ള കർമ്മങ്ങളെ എനിക്കാണ് ചെയ്യാനിഷ്ടം. അങ്ങനെയാക്കി നമ്മുടെ കർമ്മങ്ങളൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ആക്കി മാറ്റി ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു ചിട്ട വരും. ഓരോ കാര്യങ്ങൾ, പിന്നെ നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തൊക്കെ ഈ കണ്ണുകൾ, ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് സാധനങ്ങളാണ് കണ്ണ് ചെവിയൊക്കെ അല്ലേ. അപ്പോൾ കണ്ണുകളുകൊണ്ട് എന്തൊക്കെ കാണുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ, എന്തൊക്കെ കാര്യങ്ങൾ. കാരണം എന്താണ്, ഇതാണ് പിന്നെ തോട്ട്സിനെ പ്രൊവോക്ക് ചെയ്യുന്ന സാധനങ്ങൾ. ഈ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത് മൈൻഡിൻ്റെ. അപ്പോൾ ഇത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ കാണാൻ, മനസ്സിന് ഇഷ്ടമുള്ള സന്തോഷം വരുത്തരുന്ന കാര്യങ്ങൾ, ഭഗവത് ബന്ധമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. അപ്പം എന്താ, നമ്മൾ കേൾക്കുന്ന ഡേറ്റയൊക്കെ വേറെ ആവശ്യമില്ലാത്ത മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ന്യൂസും അങ്ങനത്തെ ഒന്നുമല്ല.
എല്ലാം നല്ല കാര്യങ്ങൾ, ഭഗവത് കഥകൾ കേൾക്കുക, ആത്മ വിചാരത്തിന് സഹായിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുക, ഇതൊക്കെ കേട്ട് നമ്മളെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധാക്കി സത്വഗുണത്തിലേക്കൊക്കെ ഒന്ന് എത്തി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ യോഗ കർമ്മസു കൗശലം, അതുപോലെ തന്നെ കർമ്മഫലത്യാഗം, സമത്വം, യോഗ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭ്യസിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അവിടെയാണ് വൈരാഗ്യം വരിക. വൈരാഗ്യത്തിൻ്റെ ഒരു അവസ്ഥ വരും. ആ വൈരാഗ്യം എന്ന് പറയുന്നത് എപ്പോഴാണോ നമുക്ക് ഈ കാണുന്നതെല്ലാം സത്യമാണ്, ഇതാണ് സത്യം, ഈ ശരീരമാണ് എല്ലാം ചെയ്യുന്നത്, ഈ ശരീരമാണ് ഞാൻ, ഇങ്ങനെയുള്ള കുറേ അജ്ഞാന ഹേതുക്കളായിട്ടുള്ള കുറേ ചിന്തകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വിശ്വാസങ്ങൾ അതൊക്കെ എപ്പോഴാണോ വിട്ടുപോകുന്നത്, ഐ ആം നോട്ട് ദ ഡൂവർ, ഐ ആം നോട്ട് ദ എക്സ്പീരിയൻസർ എന്നുള്ള ഒരു ഭാഗത്തെത്തുന്ന സമയത്ത് ഈ ഓട്ടം ചാട്ടം ഒക്കെ ഒന്ന് നിർത്തി ഒരു ശാന്തി ജീവിതത്തിലേക്ക് കൈവരും. അതാണ് ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധിയാണ് ഈ യോഗ കർമ്മസു കൗശലം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ലക്ഷ്യം. ആ ചിത്തശുദ്ധിയിലേക്ക് എത്തുക, മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കുക. മനസ്സ് സദാ ഇങ്ങനെ അയ്യോ അതില്ല ഇതില്ല കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം അങ്ങ് വിട്ടുപോകും. മനസ്സ് എപ്പോഴും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. ചെറിയ ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ അവെയറാണ്. നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ ആ ഒരു ചിന്താഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് ആവശ്യമുള്ളത് എന്താണ്, എപ്പോഴാണ് നമ്മൾ അവരെ ലിസൺ ചെയ്യേണ്ടത്, ശരിക്കും ലിസൺ ചെയ്യുക. കൂടുതലുള്ളവർക്ക് പലപ്പോഴും വേണ്ടത് കുറേ വർത്തമാനം പറയലല്ല, വർത്തമാനം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ജസ്റ്റ് ലിസൺ. ഒന്ന് നിർത്തിയിട്ടൊന്ന് അവർക്കൊന്ന് കേട്ടു കൊടുക്കൂ. വെറുതെ ഒന്ന് കേട്ടു കൊടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ, മക്കൾക്കും കുട്ടികൾക്കും വീട്ടിലുള്ള ആളുകൾക്കും സുഹൃത്തുക്കളും ജസ്റ്റ് ലിസൺ ഉള്ളവർ. അതിനാണ് ഇപ്പോൾ ആരും ഇല്ലാത്തത്. അവർക്ക് പലർക്കും കേൾക്കാൻ ഒരാളില്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ കൂട്ടെന്ന് പറയുന്നത് അത് മതി. യു ഡോണ്ട് ഹാവ് ടു ടോക്ക് ഓൾ ദ ടൈം. ജസ്റ്റ് ബി വിത്ത് ദം. അവരുടെ കൂടെ ഇരിക്കൂ. നമ്മുടെ സ്നേഹം നമ്മളെപ്പോഴും സംസാരിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടെ ഇരിക്കൂ, ശാന്തരായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കൂ. അയ്യോ, അങ്ങനെയുള്ള അവരുടെ പ്രസൻസ് തന്നെ ഇന്നത്തെ കാലത്ത് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രസൻസ് നിങ്ങളായി മാറും. നമ്മളൊക്കെയാണ് ഈ അവേക്കനിങ്ങിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇവിടെ തുടങ്ങണം, വീട്ടിൽ തുടങ്ങണം. ദാരിദ്ര്യം പലതരത്തിലുള്ളതുണ്ട്. എന്തൊക്കെ ദാരിദ്ര്യം എന്നറിയോ ഇവിടെ അനുഭവിക്കുന്ന ആളുകൾക്കൊരു കൂട്ടില്ലാത്ത ദാരിദ്ര്യം, സ്നേഹം കിട്ടാത്ത ദാരിദ്ര്യം, ബാക്കിയെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കാരുണ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഭഗവാന്റെ ഒരു ഗുണമാണ്, ക്വാളിറ്റിയാണ് കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരുണ്യ ഭാവത്തിൽ നമ്മൾ ഒരാളുടെ കൂടെ ഇരിക്കുക, ഒന്ന് അവർ പറയുന്നത് കേട്ടു കൊടുക്കുക. എന്നിട്ട് എല്ലാം കേട്ട് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറയണം തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് പറയാൻ അവരെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അവരെ മനസ്സിന് ശാന്തിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പോവാം. ഇതൊക്കെ തന്നെ വലിയ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് കൂടെ നമ്മളെ കൂടെയുള്ളവരെ ഇങ്ങനെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അതും എന്തിനാ ചെയ്യുന്നത്? ഭഗവാൻ ഇത് ഏറ്റവും ഇഷ്ടമാവും. ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്താ? ഭഗവാനെ ഏറ്റവും ഇഷ്ടം ഇപ്പം എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്? ഭഗവാൻ ഗീതയിൽ അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഗീത പ്രചരിപ്പിക്കുന്നവരെയാണ്. ഗീത എന്താണ്? ഇതാണ് ഗീത. ഭഗവാൻ പറയാണ്, ആത്മസ്വരൂപം എന്നെ എങ്ങനെ കിട്ടാൻ പറ്റും, നിങ്ങളുടെ സ്വരൂപം എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു കൊടുക്കലാണ് ഗീത. ആ ഗീത പ്രചരിപ്പിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഈ ഒരു സംഭാഷണങ്ങൾക്കെല്ലാം, പ്രഭാഷണങ്ങൾക്കും എല്ലാം ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും ഇതിലൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതുകൊണ്ട് കിട്ടി, മനസ്സിന് ശാന്തി കിട്ടി, അവർക്ക് ഭഗവാനിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി എന്നാണ് ഈ ഒരു ആളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നുണ്ടെന്ന് കാണുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഭഗവത്ഗീത കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉള്ളിന്ന് വരും, അതെല്ലാം ഉള്ളിന്ന് വരും. ഭഗവാൻ ഉള്ളിലല്ലേ, നമ്മളിലാണ് ഭഗവാനുള്ളത്, നമ്മളുടെ സ്വരൂപമാണ് ഭഗവാൻ. അപ്പം പിന്നെ എവിടുന്നാണ് വരാനുള്ളത്? പുറത്തുനിന്നൊന്നുമല്ല, ഉള്ളിന്നാണ്. അപ്പം അങ്ങനെ എത്തുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ മറ്റുള്ള അവർ പറഞ്ഞു തരുന്നത് എല്ലാം കേട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാവാൻ ലഭത്തെ സർവം എന്നാണ്. അപ്പം അങ്ങനെ ശ്രദ്ധ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന എവിടെയാണോ ആ ഭാഗം വിജയിക്കും.
നമ്മളിപ്പം ഭഗവാന്റെ എത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രാധാന്യം ഭഗവാന് കൊടുക്കുകയാണ്, അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾക്ക് ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്, തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അവിടെ എത്തിച്ചേരും. അപ്പം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻ ഗുരുവാണ്, ഭഗവാൻ നമ്മുടെ സർവസ്വമാണ് എന്നുള്ള ഒരു ഭാവനയോടുകൂടി ഗുരുസ്ഥാനത്ത് നമ്മൾ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത കേൾക്കുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ അദ്ദേഹം ഗുരുവായിട്ട് വരും, ഭഗവാൻ ഗുരുവായിട്ട് വരും. ഗുരുമാത് പിതാ ഗുരു ബന്ധു സഖാ तेरी चरणों में स्वामी मेरी कोटि प्रणाम, तेरी चरणों में स्वामी मेरी कोटि प्रणाम. गुरु मात पिता गुरु बंधु सखा तेरी चरणों में स्वामी मेरी कोटि प्रणाम. ओम श्री गुरुभ्यो नमः. ओम शांति शांति शांति.